ഒളവണ്ണ ബ്രദേഴ്സ്, ഈ പറയുന്ന പ്രവാചകൻ ഞങ്ങളുടെ നാട്ടിൽ നിന്നാണ് കല്യാണം കഴിച്ചത്. ഇയാൾക്ക് ഒരു അളിയൻ ഉണ്ട്, സാധു മനുഷ്യനാണ്. പെങ്ങളെ പ്രവാചകൻ കല്യാണം കഴിച്ചത് മുതൽ ഈ സാധുവിന്റെ കഷ്ടകാലം തുടങ്ങുകയായിരുന്നു. ആദ്യം പ്രവാചകൻ ഇവരുടെ വീടിന്റെ മുന്നിലുള്ള ഇവരുടെ മാനേജ്മെന്റ് സ്കൂൾ വിൽക്കാൻ സമ്മർദ്ദം ആക്കി ആ സ്കൂൾ വിൽപ്പന നടത്തി സ്കൂൾ വിറ്റ പണം മുഴുവൻ അടിച്ചുമാറ്റുകയാണ് ചെയ്തത്. അളിയന് അവകാശം ചോദിച്ചപ്പോൾ അടിച്ചമർത്തുകയാണ് ചെയ്തത്. പ്രവാചകന്റെ ഭാര്യയുടെ അമ്മ മരിച്ചതിനുശേഷം അച്ഛൻ ജീവിച്ചിരിക്കെ അച്ഛന്റെയും മരിച്ച അമ്മയുടെയും സ്വത്ത് മുഴുവൻ ഓഹരി വെച്ചു. ഓഹരിയിൽ 75% പ്രവാചകൻ അടിച്ചുമാറ്റി. അളിയൻ സാധുവിന് അവകാശപ്പെട്ട വീട് വരെ പ്രവാചകനും ഭാര്യയും കയ്യേറി. എല്ലാ റൂമിലും ഇവരുടെ സാധനങ്ങൾ നിറയ്ക്കുകയും റൂം പൂട്ടിപ്പോവുകയും അളിയനും മക്കളും താമസിക്കാൻ സ്ഥലം ഇല്ലാതാവുകയും ചെയ്തു. ഇതിൽ മനം നൊന്ത് കാന്തപുരത്തുള്ള അവന്റെ ഭാര്യ വീട്ടിലേക്ക് താമസം മാറി എന്നാണ് പിന്നെ ഞങ്ങൾ നാട്ടുകാർക്കു അറിയാൻ സാധിച്ചത്. ഞങ്ങൾ നാട്ടുകാർ എല്ലാവരും ഒന്നിക്കുകയും പൗരപ്രമുഖർ പ്രവാചകനെ വിളിച്ചു നിങ്ങൾ ശുദ്ധ തെമ്മാടിത്തരം ആണ് ചെയ്തത് എന്ന് പറയുകയും ഞങ്ങൾ നാട്ടുകാർ പ്രതികരിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയതിനു ശേഷമാണ് അളിയന് വീട് തുറന്നു കൊടുത്തത്. പിന്നെ പ്രവാചകന്റെ ഭാര്യയുടെ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മണി ഉടച്ചതിനുശേഷം കുട്ടികൾ ഉണ്ടാവില്ല എന്നുറപ്പാക്കിയതിനുശേഷം അച്ഛനെ കൊണ്ട് പുതിയ വിവാഹം കഴിപ്പിച്ചു. പുതിയ ഭാര്യയ്ക്ക് സ്വത്തിൽ ഒന്നും അവകാശമുണ്ടാവുകയില്ല എന്നും അച്ഛൻ മരിച്ചതിനുശേഷം പെൻഷൻ ലഭിക്കും എന്നായിരുന്നു വാഗ്ദാനം. ആ സ്ത്രീ 2 മാസം തികച്ചും ഇവരുടെ വീട്ടിൽ നിന്നിട്ടില്ല.